പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 17-ാം തിരുവചനം. ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിൽ കടന്നുപോയ പലതും നമ്മുടെ സന്തോഷം കവർന്നെടുത്തിട്ടില്ലേ? പഴയ കാലത്തെ സഹനങ്ങളും വേദനകളും അവഗണനകളും ഓർത്തെടുത്തുകൊണ്ട് ഇന്നിൻ്റെ സ്വസ്ഥത ഇല്ലാതാക്കുന്ന ശീലം മനുഷ്യനിൽ ഇന്നുമുണ്ട്. ഇന്ന് ഈശോ നമ്മളെ വിളിക്കുന്നത് പുതിയൊരു സൃഷ്ടിയാകാനാണ്. ഇന്ന് വേദപാരംഗതനായ വിശുദ്ധ അഗസ്തീനോസിൻ്റെ തിരുനാളാണ് നമ്മൾ ആഘോഷിക്കുക. ദൈവത്തെ മറന്ന് സ്വന്തം സ്വാർത്ഥ സന്തോഷങ്ങളുടെയും മോഹങ്ങളുടെയും പുറകെ യാത്ര ചെയ്ത ഒരു വ്യക്തി അവസാനം യഥാർത്ഥ സന്തോഷമായ ഈശോയെ അറിഞ്ഞ് തുടങ്ങിയപ്പോൾ പറഞ്ഞു, ദൈവത്തെ അറിഞ്ഞ നാൾ മുതൽ ഞാൻ അവിടുത്തെ മറന്നിട്ടില്ല. യഥാർത്ഥ സത്യവും സന്തോഷവും ക്രിസ്തുവിലാണെന്ന് വിശുദ്ധ അഗസ്റ്റിൻ തിരിച്ചറിഞ്ഞു. പുതിയൊരു സൃഷ്ടിയായി മാറി. വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, യേശു ക്രിസ്തുവിനെ അറിയുകയാണ് നിത്യജീവൻ. വിശുദ്ധ അഗസ്തീനോസിൻ്റെ ഈ തിരുനാൾ പഴയ വീഴ്ചകളെ, മുറിവുകളെ മറന്നുകൊണ്ട് പുതിയൊരു സൃഷ്ടിയാകുവാൻ നമ്മളെയും പ്രേരിപ്പിക്കുന്നുണ്ട്. ഒരു പാപിയെ പുതിയൊരു വ്യക്തിയാക്കി മാറ്റുന്ന കർത്താവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു പാപിയെ നീതിമാനാക്കുന്ന കർത്താവിൻ്റെ പ്രയത്നം ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്നതിനേക്കാൾ വലിയൊരു പ്രവൃത്തിയാണ്. വിശുദ്ധ അഗസ്തീനോസിൻ്റെ തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതത്തെ പരിപൂർണമായി സമർപ്പിക്കാം. പുതിയൊരു സൃഷ്ടിയായി മാറിക്കൊണ്ട് കർത്താവ് തരുന്ന ആ നവ്യമായ സന്തോഷവും സമാധാനവും അനുഭവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെയും പ്രേരിപ്പിക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.